ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആട്ടോ. ഇന്ന് ഒരു ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ സമയം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അജേഷ് നവീനെ വിളിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിന്ന് ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തിട്ട് ബീച്ചിൽ പോകാമെന്ന്. അപ്പം അവർ 2-3 ദിവസമായിട്ടോ പറയാൻ തുടങ്ങിയിട്ട് ബീച്ചിൽ പോകണം എന്ന്. അപ്പം വിചാരിച്ചു ഇന്ന് പോകാം. കാരണം നമ്മൾ ടെമ്പറേച്ചർ നോക്കുമ്പോൾ നമ്മൾ സൺഡേ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടേ ഇരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ നോക്കുമ്പോൾ കുറച്ച് ഡൗൺ ആയിട്ട് വരുന്നു. പിന്നെ ക്ലൗഡിയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ UK ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ക്ലൗഡി എന്ന് പറഞ്ഞാലും ഒരു മണിക്കൂർ മുമ്പ് അവർ പറയും വേണമെങ്കിൽ ഇന്നിപ്പോൾ മഴ പെയ്യും, ഇല്ലെങ്കിൽ മഴ പെയ്യാം എന്നൊക്കെ. പിന്നെ മഴ പെയ്യുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല ഇവിടുത്തെ ക്ലൈമറ്റ്. പക്ഷേ ഇന്നാണെങ്കിൽ നല്ല അടിപൊളി വെതറാണ്, നല്ല ടെമ്പറേച്ചറും ഉണ്ട്, നല്ല പുറത്തിറങ്ങാം, ബീച്ചിലൊക്കെ പോകാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് പോകാം. പിന്നെ അവയ്ക്ക് ഇന്ന് തൊട്ട് ഹോളിഡേ തുടങ്ങുകയാണ്. ഇനി ഒരു 6-7 ആഴ്ച എങ്ങനെ തള്ളി നീക്കും എന്നുള്ളത് കാര്യം എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം അത് വേറൊരു സൈഡിൽ നടക്കട്ടെ. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ പോകണം. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ പ്രഹസനം. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തൊടുപുഴക്കാരി. അങ്ങനെ അവ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നും ഞങ്ങളുടെ ഉള്ള ഒരു പരിപാടിയാണ് കാർ എടുത്ത് അവിടെ അങ്ങ് കിടക്കുക. കുറച്ച് നേരം കാറൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടാട്ടോ പുള്ളി എഴുന്നേറ്റ് വരത്തുള്ളൂ. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടോ. എവിടെ പോവാ വെച്ചിട്ടാ? എവിടെ പോവാ? ബീച്ചിൽ പോവാ. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. ഇനി ബീച്ചിൽ ചെന്നിട്ടാണ്. നല്ല വെയിലുണ്ട്. ഏകദേശം 25-27 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് കേട്ടോ ഇപ്പം. ഇവിടെ ഈ ഒരു ടെമ്പറേച്ചറൊക്കെ വരുന്നത് വളരെ റെയറായിട്ട് വരുന്ന കാര്യമാണ്. അപ്പം ഇനിയിപ്പം നമുക്ക് ബീച്ചിൽ ചെന്നിട്ടാണ്. എന്നാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വെളിയിൽ കൂടെ ഉണ്ട്. ഈ ടെമ്പറേച്ചർ ഇതായതുകൊണ്ടും നല്ല ചൂടുള്ളതുകൊണ്ടെന്നൊക്കെ. അതൊന്നും ബീച്ചിൽ പോകാൻ വേണ്ടി ചുണ്ടനായിട്ടിരിക്കുക. നമ്മൾ ബീച്ചിലെത്തി. എവിടെ എത്തി? ബീച്ചിൽ. അങ്ങനെ നമ്മൾ ക്രോമർ എത്തിട്ടോ. അല്ല, ഇത് ബീച്ചെത്തി. ബീച്ചിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ക്രോമർന്ന്. അപ്പം എന്താ പറയുക, നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു പാർക്കിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിവിടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത് കിടന്ന വണ്ടിയിലെ ഒരു ഫാമിലി അവർ എടുത്ത ടിക്കറ്റ് ഇനി വാലിഡിറ്റി ഉണ്ട്, പക്ഷെ അവർ തിരിച്ചു പോകും. അപ്പം അത് തന്നു. അപ്പോൾ നമുക്കിനി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി പയ്യെ ഇറങ്ങാം. അങ്ങനെ നമുക്ക് കിട്ടിയ പാർക്കിംഗ് ടിക്കറ്റ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ നേരെ ബീച്ചിലേക്ക് നടന്നു. നമ്മുടെ പാർക്കിങ്ങിന് ഏകദേശം ഒരു 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിരുന്നു കേട്ടോ ബീച്ചിലേക്ക്. ബീച്ചിൽ ചെന്നപ്പോഴത്തേക്കും ബീച്ചൊക്കെ ആകെ കലങ്ങി മറിഞ്ഞ്, ബീച്ചല്ല വെള്ളമാകെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്നു. ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ലാസ്റ്റ് ഇയർ ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം കൂടുതൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ കല്ല് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർ ഈ കല്ലൊക്കെ കൊണ്ടുവരുന്നത് വേറെ എവിടുന്ന കേട്ടോ, അതും ബോട്ടയിലാണ് കൊണ്ടുവരുന്നത്. അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ കൂടാതെ തന്നെ ഇന്നിവിടെ വർക്കും കാര്യങ്ങളും മീൻസ് ഇതിന് റിലേറ്റഡ് ആയിട്ട് കുറേ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ വെള്ളം ഇങ്ങനെ കലങ്ങിയിരിക്കുന്നത്. പിന്നെ വരുന്ന വഴിക്ക് അവി ചെറുതായിട്ടൊന്ന് വീണ കാരണം ആൾക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ തുളത്ത് കയറി. Man tries to see better than me. Tell my man shut up. I don't know, that's good. You're here on holiday? No, we live here. You live here? അജേഷിന് ഇങ്ങനെ വീഡിയോ എടുക്കണ കണ്ട് ഇൻട്രസ്റ്റ് വന്ന് കയറിയതാട്ടോ പുള്ളി. പിന്നെ പുള്ളിയായിട്ട് നമ്മൾ കുറച്ചേരം സംസാരിച്ചു. നമ്മളിവിടെ ടൂറിന് വന്നതാണോ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചേരം സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് സൈഡിൽ നിറയെ പിള്ളേർക്ക് കളിക്കാനുള്ള ഓരോരോ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് നമ്മളിത് പയ്യെ താഴത്തേക്ക് ഇറങ്ങി. അവി പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് എനിക്കതിൽ കയറുന്നൊക്കെ. പിന്നെ ഞങ്ങൾ കാല് വേദനയും മുറിഞ്ഞിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് സമാധാനപ്പെടുത്തി. ബീച്ച് വരിക എന്ന് പറഞ്ഞാൽ അവയുടെ മെയിൻ ഇൻറ്റൻഷൻ മണ്ണ് വാരുക എന്നുള്ളതാണ്. അതിന് പാത്രം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിട്ട് ഞങ്ങളൊരു പാത്രമൊക്കെ മേടിപ്പിച്ചു. അങ്ങനെ വന്നത് ഞങ്ങൾ ബീച്ചിൽ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നപ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നി. കാരണം ഈ ഉറുമ്പുകളൊക്കെ പോകത്തില്ലേ ഒന്നിന് പുറകെ ഒന്നായിട്ട്, അതുപോലെ പയ്യെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവർ പോണ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് ഇടുന്നത്.
ഇവർ ഇന്നത്തെ വോക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിടാൻ വേണ്ടി പോയതാട്ടോ ഈ വണ്ടികളെല്ലാം. നമ്മുടെ ആഗമന ഉദ്ദേശം മണ്ണ് വാരലും മണ്ണിക്കളിക്കലായതുകൊണ്ട് ഒരാളെ അവിടെ ഇരുന്ന് തകൃതിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം തന്നെ ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കൂടി അവൻ്റെ കൂടെ കളിച്ചു തുടങ്ങിയപ്പം എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇങ്ങനെ എന്താ പറയുക, മണ്ണ് വെച്ച് ഓരോ ഷേപ്പ് ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ. അവയ്ക്ക് മണ്ണ് വാരലും കല്ല് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും മോനും കൂടെ വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങി. ആദ്യം ചെറിയൊരു തണുപ്പേ ഉള്ളൂ, പിന്നെ അതിന് എന്താ പറയുക, നമ്മൾ ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ തണുപ്പ് ഫീൽ ചെയ്യല്ലോ, അത്രേ ഉള്ളൂ. അങ്ങനെ വെള്ളത്തിൽ കളിയെല്ലാം കഴിഞ്ഞ് അവനെയും കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ, ചെറിയൊരു ചൂടും ചെറിയൊരു കാറ്റും ഒക്കെ ആയിട്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനും അവയും കൂടെ കല്ല് കളിക്കുകയായിരുന്നു. അയച്ചേട്ടനോടെ കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു. അച്ഛൻ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയ സമയത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ചില്ല് ചെയ്യുമായിരുന്നു. ഇവിടെ മിക്ക റെസ്റ്റോറൻറ്റിലും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി അവർ ക്രയോൺസും പിന്നെ പസിലും കാര്യങ്ങളും ഒക്കെ കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അവയ്ക്ക് ഒരു കൗവിൻ്റെ ഷേപ്പുള്ള സ്പെക്സ് പോലത്തെ സാധനവും കിട്ടിയായിരുന്നു. ഞങ്ങൾ ഫുഡ് വരുന്നവരെ ഞാനും അവി അത് വെച്ചിട്ടുള്ള ചില്ല് ചെയ്യില്ലായിരുന്നു. പിന്നെ ഫുഡ് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ നല്ല വയറ് നിറച്ച് ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിത് ഐസ്ക്രീം വാങ്ങാൻ കയറുക. ഇവിടെ പല വെറൈറ്റിയിലുള്ള ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ. അവി എപ്പോഴും ചൂസ് ചെയ്യുന്നത് സ്ട്രോബെറി ഐസ്ക്രീം ആയിരിക്കും, കാരണം അവന് എപ്പോഴും ഇഷ്ടം സ്ട്രോബെറി ഐസ്ക്രീമാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ റം ആൻഡ് റൈസൻസ് എന്ന് പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ UK യിലുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളി ഐസ്ക്രീമാണ്. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്താട്ടോ ഇങ്ങനൊരു സീൻ കണ്ടത്. ഇവർ ബോട്ടയിൽ എന്താ പറയുക, ഈ കല്ല് കൊണ്ടുവന്ന്, അതായത് കെട്ടാനുള്ള കല്ല് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്നത്. ഇവരിത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്ന കല്ല് മൊത്തം ഇവരിങ്ങനെ കൊണ്ടുവന്നേക്കുന്നതാണ്. അവർ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഐസ്ക്രീം ഭയങ്കര പെട്ടെന്ന് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനുവേണ്ടി അച്ഛൻ അവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മെൽറ്റ് ആവുന്ന പെട്ടെന്ന് കഴിച്ച്. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാനും പോയി ഒന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ, കാരണം അവി കഴിച്ചങ്ങ് എത്തുന്നുണ്ടായിരുന്നില്ല. സൂര്യന് നല്ല ചൂടുള്ള കാരണം ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് അവിയുടെ കൈ കൊടുത്ത് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഇത് നല്ല അടിപൊളി ഒരു സ്ഥലമാട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയൊരു അരുവിയും കുറേ പൂക്കളും ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. എനിക്കിവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ വൈകുന്നേരങ്ങളിൽ നടക്കാനൊക്കെ ഇറങ്ങിയിട്ട് വന്നിരിക്കാനും ഒക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. ഇവിടെ കുറേ ആൾക്കാർ എപ്പോഴും കാണാറുണ്ട്, ഇന്നെന്തോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവി ഐസ്ക്രീം കഴിച്ചു കഴിയുന്നിടം വരെ അവിടെ ഇരുന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പയ്യതെ വീട്ടിലേക്ക് ഇറങ്ങി. ഇനി വീട്ടിൽ ചെന്ന് ഒന്ന് കുളിക്കുക, കയറി കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. അത്ര ടയേർഡായിട്ടുണ്ട് ബോഡി. അവിനെയാണെങ്കിലും കൊണ്ട് കിടത്തിയാൽ മതി, അതുപോലെ ഉറങ്ങും എന്നുള്ളൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കൊട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.